ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കഴിക്കുന്നില്ലേ? അല്ല, ശാരദാമ്മയ്ക്ക് വാരിത്തരാൻ വല്ല ഉദ്ദേശം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഇരുന്നതാ. അമ്പടി കേമി, അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. ദിവസവും വാരി തന്നാലേ ശരീരത്തിന് പിടിക്കൂല. കുട്ടികളാവുമ്പോ സ്വന്തമായിട്ട് വാരി കഴിച്ച് തന്നെ വളരണം. മോള് കഴിക്ക്. അപ്പോ ഞാൻ തന്നെ കഴിക്കണല്ലേ? അങ്ങനെയാ വേണ്ടത്. കഴിച്ചോ. മിടുക്കി. ഈ ഗോപാലേട്ടൻ ഇത് എവിടെ പോയിരിക്കുക? രാത്രിയായാലും വീട്ടിൽ വരൂല. എവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുവാണോ? എന്താ തന്നെത്താനെ വർത്താനം പറയുന്നത്? ആ, മോളുടെ മുത്തച്ഛന്റെ കാര്യം തന്നെ പറഞ്ഞതാ. മോള് കഴിക്കേ. ഇവിടെ ഇരിപ്പുണ്ടോ? എന്തു പറ്റി? എന്താ? ആകെ വല്ലാത്തൊരവസ്ഥയിലാണല്ലോ ഇരിക്കുന്നത്. ഗോപാലേട്ട എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? വന്നിട്ടൊന്നും വിളിച്ചു പോലും ഇല്ലല്ലോ. ശാരദേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. എനിക്കെന്റെ സങ്കടങ്ങൾ നിന്നോടല്ലാതെ മറ്റാരോടും പറയാൻ പറ്റില്ലല്ലോ. ഗോപാലേട്ട, കാര്യം എന്താന്ന് വെച്ചാ പറയേ. ഇനി എനിക്കിത് താങ്ങാനാവില്ല. എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ഞാൻ സറണ്ടർ ആവാൻ പോവുക. ഇതിനി എനിക്ക് നീട്ടിക്കൊണ്ടുപോകാനാവില്ല. ഒരു മനുഷ്യന്റെ മനസ്സിന് താങ്ങാവുന്നതിനപ്പുറം ഭാരം ഞാനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പറ്റില്ല. അതാ ഗോപാലേട്ട, ഇപ്പൊ ഗോപാലേട്ടൻ പറയുന്നതും ചെയ്യാൻ പോകുന്നതും ഗോപാലേട്ടന് ഒരു അല്പം ആശ്വാസം കിട്ടുന്ന കാര്യമായിരിക്കും. ഈ കൊണ്ടു നടക്കുന്ന ഭാരം എന്നേക്കുമായിട്ട് ഇറക്കി വെക്കുകയും ചെയ്യാം. പക്ഷെ ഗോപാലേട്ടൻ ഒന്ന് ഓർക്കണം, നമ്മുടെ 3 പെൺമക്കളുടെയും ജീവിതം വലിയ പ്രശ്നത്തിലൂടെയാ കടന്നു പോകുന്നത്. അവരുടെ ഓരോരുത്തരുടെ ജീവിതവും ഏതെല്ലാം രീതിയിൽ നേരെയാക്കണമെന്നറിയാത്ത അവസ്ഥയില്ല. ഈ സമയത്തൊരു താങ്ങും തണലും ആവേണ്ട ആള് ജയിലിൽ പോയി കിടന്ന എന്നെ കൊണ്ട് എന്തെങ്കിലും കൂട്ടിയാ കൂടുവോ? പണ്ടത്തെ ശാരദ അല്ല ഇപ്പോഴത്തെ ശാരദ. പണ്ടത്തെ വീറും വാശിയും ഒന്നുമില്ല. തരണം ചെയ്ത് മുന്നേറാനുള്ള കഴിവുമില്ല. പക്ഷെ ശാരദേ, ഇതിനെങ്ങനെയാണ് പിന്നീട് അവസാനം ഉണ്ടാവുക? നീയും മക്കളും സ്വസ്ഥമാവണം. നിങ്ങളിലേക്ക് ഒരു അന്വേഷണം വരാതെ എന്നിലേക്ക് മാത്രമായിട്ട് ഒതുക്കുക. അതുമാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. എന്നായാലും ഒരിക്കൽ പിടിക്കപ്പെടും. അത് ഇത്തിരി നേരത്തെ ആയാല് അത്രയും സമാധാനം വരുമല്ലോ. അത്രയും ഞാൻ ചിന്തിച്ചുള്ളൂ. എന്റെ ഗോപാലേട്ട, നിങ്ങൾ ജയിലിൽ പോയി കിടന്നാൽ ഞങ്ങൾക്ക് എങ്ങനെ സമാധാനം ഉണ്ടാവുന്ന നിങ്ങൾ ഈ പറയുന്നേ? ഒറ്റയ്ക്കാക്കി പോകാൻ എളുപ്പ. അത് മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണല്ലോ. പക്ഷെ അന്നത്തെ അവസ്ഥ അല്ല ഗോപാലേട്ട ഇന്ന്.